സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു കഴിഞ്ഞു. ഓരോ മണ്ഡലത്തിലും എത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കാനുണ്ടെന്ന പൂർണ്ണ വിവരം അല്പസമയത്തിനകം വ്യക്തമാകും. കോട്ടയത്ത് ആരും നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചിട്ടില്ല. മൊത്തം 14 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് ഓട്ടോറിക്ഷയാണ് ചിഹ്നമായി ലഭിച്ചിട്ടുള്ളത്. വടകരയിലെ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി മത്സരരംഗത്ത് നിന്ന് പിന്മാറി. അല്ലമീൻ തോട്ടുമുക്ക് നൽകും വിവരങ്ങൾ. അല്ലമീൻ, ഇപ്പോൾ ഏതാണ്ട് ഒരു മത്സര ചിത്രം പൂർണ്ണ വ്യക്തമായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വടകരയിൽ ഷാഫി പറമ്പിലിന് ഭീഷണിയായ ഒരു വിമതനുണ്ടായിരുന്നു. അദ്ദേഹത്തെ അനുനയിപ്പിക്കാനായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫ്രാൻസിസ് ജോർജിന് ഓട്ടോറിക്ഷ ചിഹ്നം കിട്ടിയിരിക്കുന്നു. മറ്റ് എവിടെയെങ്കിലും ഇത്തരത്തിൽ വിമത ഭീഷണിയുള്ളിടത്തൊക്കെ സ്ഥാനാർത്ഥികൾ അപരന്മാർ ഒക്കെ പിൻവലിച്ചിട്ടുണ്ടോ നാമനിർദ്ദേശ പത്രിക? വിരുദ്ധ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഈ ചിഹ്നം അനുവദിക്കുന്നതിനുള്ള തിരക്കിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അരമണിക്കൂറിനകം പൂർണ്ണമായ ചിത്രം എത്ര സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്, സ്വതന്ത്രർക്കും വിമതരും ആയിട്ടുള്ള ആളുകൾക്ക് ഏതൊക്കെ ചിഹ്നം അനുവദിച്ചു എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു കണക്ക് അല്പസമയത്തിനകം പുറത്തുവരും. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന ജില്ലാതലത്തിലുള്ള ഭരണാധികാരികൾ നൽകിയ കണക്കുകളാണ്. അതനുസരിച്ച് വടകരയിലെ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയും നരിപ്പറ്റ മുൻ മണ്ഡലം സെക്രട്ടറി അബ്ദുൾ റഹീമ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചിട്ടുണ്ട്. പാർട്ടിയുമായി ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നം പരിഹരിക്കാമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെ ഉറപ്പ് നൽകിയ അടിസ്ഥാനത്തിൽ പത്രിക പിൻവലിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്ന് മാത്രമല്ല, മലപ്പുറത്ത് ലോക്സഭാ മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ നസീഫും ഒപ്പം N ബിന്ദുവും പത്രിക പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. പൊന്നാനി മണ്ഡലത്തിൽ ആരും പത്രിക പിൻവലിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ഒരാളും പത്രിക പിൻവലിച്ചിട്ടുണ്ട്. അവിടെ വിമതരെന്ന് പറയാനാകില്ലെങ്കിൽ പോലും UDF യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഷൈൻ ലാൽ പത്രിക സമർപ്പിച്ചിരുന്നു. അയാൾ ഇപ്പോഴും മത്സരരംഗത്തുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. മറ്റാരൊക്കെ ഇത്തരത്തിൽ പത്രിക പിൻവലിക്കും, വിമതരും അതുപോലെ തന്നെ അപരന്മാരുമായി പത്രിക സമർപ്പിച്ചിട്ടുള്ള ആരെയൊക്കെ പിന്തിരിപ്പിക്കാൻ മുന്നണി നേതൃത്വത്തിനായിട്ടുണ്ട് എന്ന സംബന്ധിച്ചുള്ള കൃത്യമായ കണക്ക് അല്പസമയത്തിനകം പുറത്തുവരും. ഇതിലേറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, കോട്ടയത്തെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ഫ്രാൻസിസ് ജോർജിന് ഓട്ടോറിക്ഷ ചിഹ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റ് പ്രമുഖരായിട്ടുള്ള മുന്നണി സ്ഥാനാർത്ഥികൾക്കൊന്നും തന്നെ ഈ വിധത്തിൽ ചിഹ്നത്തിന്റെ പ്രശ്നമൊന്നും വരുന്നില്ല. അവരൊക്കെ നിലവിലുള്ള പരമ്പരാഗത ചിഹ്നങ്ങളിൽ തന്നെ മത്സരിക്കും. അപ്പം സ്വതന്ത്രരായി നിൽക്കുന്ന ആളുകൾ, വിമതരായി മത്സരിക്കുന്ന ആളുകൾ, അപരന്മാർ, അവർക്കൊക്കെ ഏതു ചിഹ്നം അനുവദിക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഒപ്പം എത്ര പേർ മത്സരരംഗത്തുണ്ടാകുമെന്നുള്ളതും അല്പസമയത്തിനകം വ്യക്തമാകും. നാമനിർദ്ദേശ പത്രിക ഈ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പത്രിക തള്ളിയതുൾപ്പെടെ 204 പേരായിരുന്നു ഏറ്റവും ഒടുവിൽ മത്സരരംഗത്തുണ്ടായിരുന്നത്. ഇനി പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി കഴിയുമ്പോൾ അന്തിമ ചിത്രം അല്പസമയത്തിനകം വ്യക്തമാകും. ശരി, ഏതായാലും തെരഞ്ഞെടുപ്പ് ആവേശം കൊട്ടിക്കയറുമ്പോൾ ചിലരൊക്കെ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചിരുന്നു. സ്വതന്ത്രനായി മത്സരിക്കുന്ന ചിലർ, ഒപ്പം വിമതരായി നിൽക്കുന്നവരൊക്കെ തന്നെ പത്രിക പിൻവലിച്ചു കഴിഞ്ഞു എന്നാണ്. ഇനി അന്തിമ ചിത്രം അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുമെന്നാണ് അല്ലമീൻ റിപ്പോർട്ട് ചെയ്യുന്നത്.